ചേലക്കര പിടിക്കാൻ 3 മുന്നണികളും വാശിയോടെ ഇറങ്ങിയ ഉപതിരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട പോളിംഗ്. വൈകുന്നേരം 5 മണിവരെ 62% പോളിംഗ് രേഖപ്പെടുത്തി. പിണറായി വിജയൻ ഭരണത്തിന്റെ വിലയിരുത്തലും സംസ്ഥാനത്തെ രാഷ്ട്രീയ വിഷയങ്ങളുടെ ചർച്ചയും നടന്ന ചേലക്കരയിൽ EP ജയരാജന്റെ പുസ്തക വിവാദമാണ് വിധിയെഴുത്തു ദിനത്തെ ചൂടുപിടിപ്പിച്ചത്. 3 സ്ഥാനാർത്ഥികളും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. 60ന്റെ നിറവിലേക്ക് എത്തുന്ന ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ ആദ്യ ഉപതിരഞ്ഞെടുപ്പിന് വോട്ടർമാർക്കിടയിൽ ആവേശപൂരം. മിക്ക പോളിംഗ് ബൂത്തുകളിലും നീണ്ട നിര. LDF സ്ഥാനാർത്ഥി UR പ്രദീപ് കൊണ്ടയൂർ വിദ്യാസാഗർ ഗുരുകുലം സ്കൂളിലെ 25-ാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു. വിവാദങ്ങളൊന്നും ചേലക്കരയെ ബാധിക്കില്ലെന്ന് പ്രദീപ്. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് മണ്ഡലത്തിൽ വോട്ടില്ല. പരീക്ഷാ ഹാളിന് പുറത്തു നിൽക്കുമ്പോൾ ടെൻഷനില്ലെന്നും ചേലക്കര തന്നെ ചേർത്ത് പിടിക്കുമെന്നും രമ്യ. NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണൻ പാമ്പാടി സ്കൂളിൽ വോട്ട് ചെയ്തു. തോന്നൂർക്കരയിൽ വോട്ട് ചെയ്ത MP K രാധാകൃഷ്ണൻ തന്നോട് CPM അനീതി കാട്ടിയെന്ന കോൺഗ്രസ് പ്രചാരണത്തിന് മറുപടി നൽകി. മായന്നൂർ ചിറങ്കര VLP സ്കൂളിൽ വോട്ട് ചെയ്ത സംവിധായകൻ ലാൽ ജോസ് മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടി. മുള്ളൂർക്കര മനപ്പടിയിൽ പോസ്റ്റർ കെട്ടിയതിനെ ചൊല്ലി വാക്കേറ്റമുണ്ടായി. വരവൂരിൽ മോക്ക് പോളിംഗിനിടെ വോട്ടിംഗ് യന്ത്രത്തിൽ തീയതി തെറ്റായി രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയതോടെ യന്ത്രം മാറ്റി. പ്രശ്ന സാധ്യതാ ബൂത്തുകളിൽ CPM-ഉം BJP-യും സംഘർഷ സാഹചര്യമുണ്ടാക്കുന്നതായി കോൺഗ്രസ് ആരോപിച്ചു.